കാരണം ദൈവത്തിനെ ഉൾക്കൊള്ളുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഖസാക്കിൻ്റെ രവിയുടെ പെർസ്യൂട്ട് അല്ലെങ്കിൽ രവിയുടെ പിന്തുടരൽ എന്താണ്, എന്തിലാണ് കലാശിക്കുന്നത്, അല്ലെങ്കിൽ എന്തിലേക്കാണ് ഉന്നം വെക്കുന്നതെന്ന് അറിയാൻ അതെൻ്റെ ഒരു വൈകാരികം മാത്രമല്ല ആധ്യാത്മികമായിട്ടൊരു ആവശ്യമായിരുന്നു. കാരണം എൻ്റെ ജീവൻ ആ ഒരു പാളത്തിലാണ് അന്ന് ചരിച്ചുകൊണ്ടിരുന്നത്. അതറിയാതെ എനിക്ക് പറ്റില്ല. ആ അസ്വസ്ഥത മനസ്സിലാക്കിയോണ്ട് വിജയം പറഞ്ഞത് ഖസാക്കിൻ്റെ ഇതിഹാസം എത്ര വലിയൊരു വാക്കാണ് ആലോചിക്കുക. കാമ്പുറത്ത്, എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്, കാമ്പുറത്ത് ശ്രീകുമാറിന് വേണ്ടിയിട്ടാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതപ്പെട്ടതെന്ന്. ആ രവിയുടെ ത്വര മുഴുവൻ, രവിയുടെ ചിറ്റമ്മയുടെ വീഴ്ചയും മറ്റു കാര്യങ്ങളും പാപവും അല്ലെങ്കിൽ മൈമുനിയും മറ്റു കാര്യങ്ങളും അതിൻ്റെ ഭോഗലാലസത വേറൊരു പഥമാണ്, വേറൊരു തലമാണ്, വേറൊരു ഡയമെൻഷൻ. അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ അതിനകമേ അയാൾ സൂക്ഷിച്ചൊരു പെർസ്യൂട്ട് അല്ലെങ്കിൽ അകമേ സൂക്ഷിച്ചൊരു ക്വസ്റ്റ്, ആ ഒരു ക്വസ്റ്റിലാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് രവിയുടെ കാര്യങ്ങളെക്കുറിച്ചിട്ട്, രവിയുടെ മരണത്തിനെ കുറിച്ചിട്ടും രവിയുടെ അവിടുത്തെ ഖസാക്കിലെ ജീവിതത്തിനെ കുറിച്ചിട്ടും വേറെ ഒരു തരത്തിൽ ഒരു ഭാഷ്യം, സംഗീതാത്മകമായിട്ടുള്ളൊരു ഭാഷ്യം ചമയ്ക്കാനുണ്ടായിരുന്നത്. കാരണം അതെൻ്റെ നീഡായിരുന്നു. വായന എന്ന് പറയുന്നത്, ഒരു വായിക്കുന്നത് നമ്മുടെ ആവശ്യമായി മാറുമ്പോഴാണ് അവിടെ എൻ്റെ സൃഷ്ടാവണത്. അല്ലെങ്കിൽ വായിച്ചു പോകുന്ന നിരവധി കൃതികളിലൊന്നും മാത്രമേ ആവുള്ളൂ.